പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന സബ്ജക്റ്റുമായിട്ട് വീണ്ടും നമുക്ക് ഒന്നിച്ചു ചേർന്ന് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന സബ്ജക്റ്റിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നാം കടന്നു വന്നിരിക്കുന്നത്. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ച് നിർത്തിയത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞ ആഴ്ച സമയം കിട്ടിയത്. ഇന്ന് നമുക്ക് ആ വേദഭാഗത്തിൽ നിന്നും ബാക്കിയും ചില വേദഭാഗങ്ങൾ ചിന്തിക്കുവാനുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്നുകൂടെ വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സകലവും അവമുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത് ഈ 4 വേദഭാഗങ്ങളാണ്. എന്നാൽ അതിൽ നിന്നും 1-ാമത്തെ വാക്യത്തിൽ നിന്നും പോലും നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പോകാവുന്ന ഒരു വേദഭാഗമല്ല. അതായത് വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ബലൂണിൽ നിന്നും പെട്ടെന്ന് കാറ്റഴിച്ചു വിടുന്നത് പോലെ അങ്ങനെ പോകാവുന്ന ഒരു വേദഭാഗമല്ല യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിലെ 1 മുതൽ 18 വരെയുള്ള വേദഭാഗം. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെ നമുക്ക് പഠിക്കേണ്ട ഒരു വേദഭാഗമാണ് ഈ പറഞ്ഞ വേദഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദൈവത്തിൻ്റെ പുത്രൻ്റെ 1-ാമത്തെ ആഗമനത്തെക്കുറിച്ചാണ് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ 1-ാമത്തെ ആഗമനം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊക്കെ നമ്മൾ എത്രമാത്രം അതിൻ്റെ ആ ഗൗരവം എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ദൈവപുത്രൻ്റെ 1-ാമത്തെ ആഗമനം എന്നൊക്കെ പറയുമ്പോൾ ഇത് പെട്ടെന്നുണ്ടായ ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. അനാദികാലമായിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മറഞ്ഞു കിടന്ന ഒരാത്മീയ മർമ്മമായിരുന്നു തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായമൊക്കെ അങ്ങ് വായിച്ചു കഴിയുമ്പോൾ ഓടിപ്പോകാവുന്ന ഒരു വേദഭാഗങ്ങളൊന്നുമല്ല അത്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ആ ഭാഗത്തെ വളരെ സൂക്ഷ്മതയോടെ പരിശോധിച്ച് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എന്താണ് തിയോളജി ഏറ്റവും അധികം യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഇത് സൃഷ്ടിക്ക് മുമ്പേ ഉള്ള യേശു ക്രിസ്തുവിന്റെ ദൈവിക അസ്തിത്വത്തിന്റെ സ്ഥിരീകരണത്തെയാണ് യോഹന്നാൻ പറയുന്നത്. പ്രത്യേകം ഓർക്കണം, ഇത് സൃഷ്ടിക്ക് മുമ്പുള്ള ഈ ലോകത്തിൽ എന്തെല്ലാം സൃഷ്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള യേശു ക്രിസ്തുവിന്റെ ദൈവിക അസ്തിത്വത്തെയാണ് അസ്തിത്വത്തിന്റെ സ്ഥിരീകരണത്തെയാണ് വെളിപ്പെടുത്തുന്നതെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു. എന്താണ് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു ഈ പദം വചനത്തിന്റെ പൂർവാസ്തിത്വത്തെ തെളിയിക്കുകയാണ്, വചനത്തിന്റെ പഴക്കത്തെ തെളിയിക്കുകയാണ്. സകലത്തിന്റെയും ആരംഭമായി വചനം നിലകൊള്ളുന്നുവെന്നാണ് യോഹന്നാൻ എഴുതുന്നത്. അപ്പൊ ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം മുമ്പേ വചനം നിലനിന്നിരുന്നു. ആ നിലനിന്നിരുന്ന വചനത്തിന്റെ അസ്തിത്വത്തിന്റെ
പൂർവാസ്തിത്വത്തെയാണ് യോഹന്നാൻ ഇവിടെ തുറന്നു കാണിക്കുന്നത്. ആ തുറന്നു കാണിക്കുന്നതിന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതുപോലെ ഈ പൂർവാസ്തിത്വത്തിലേക്ക് കടന്നു പോകുന്നത് യവനായ ചിന്തകളുണ്ട്. അതിനവർ ലോഗോസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. യോഹന്നാൻ അതിനെല്ലാം അതുക്ക് മേലെ ഉള്ള കാര്യങ്ങളെയാണ് യോഹന്നാൻ ചിന്തിക്കുകയും ഇവിടെ സമർത്ഥിച്ചിരിക്കുകയും ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ സകലത്തിന്റെയും ആരംഭമായി വചനം നിലകൊള്ളുന്നു എന്നതാണ് യോഹന്നാൻ എഴുതുന്നത്. ദൈവവചനത്തിന് ഒരു ആരംഭമില്ല. പ്രത്യേകം ഓർക്കണം, ദൈവവചനത്തിന് ഒരു ആരംഭമില്ല. നമ്മൾ പറയുന്നത് പോലെ വചനത്തിന് ആരംഭമില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ അതിനും ഒരു കാലം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു, സമയങ്ങൾക്ക് മുമ്പേ, ഈ ലോകത്ത് സമയമുണ്ടാകുന്നതിന് മുമ്പേ അവൻ അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ദൈവമായിരുന്നു. അവൻ ആരോടുകൂടെ ആയിരുന്നു? ആ ആയിരിക്കുന്ന പൂർവാസ്തിത്വം ഏതാണ്? ഇതെല്ലാം തെളിയിക്കുവാനാണ് ഈ ലേഖകനായ യോഹന്നാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടെ നാം കാണേണ്ട കാര്യമാണ്. മനുഷ്യ മനസ്സിന് എത്രത്തോളം പുറകോട്ട് സഞ്ചരിക്കാൻ സാധിക്കുമോ അത്രത്തോളം ദൂരം ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. അതായത് മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം ദൂരം പുറകോട്ട് സഞ്ചരിക്കും, ആ സഞ്ചരിക്കുന്നതിനേക്കാളെല്ലാം എത്രയോ പുറകിലാണ്, എത്രയോ അനാദിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അസ്തിത്വമെന്ന് നാം മനസ്സിലാക്കണം. അത് മാത്രമല്ല, ക്രിസ്തു സൃഷ്ടിയല്ല, അവന് ആരംഭമുണ്ടായിട്ടില്ല. അപ്പൊ വചനമെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്ന പോലെ അപ്പൊ ദൈവമുണ്ടായി, ദൈവം പിന്നെ എന്താ പുത്രൻ? ആ ഒരു കൺസെപ്റ്റേ അവിടെ വരുന്നില്ല. വചനത്തിന് ആരംഭമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ എന്റെ സുവിശേഷത്തിൽ മാത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശവലി എഴുതിയിട്ടില്ല. അത് എഴുതിയിട്ട് ഒരു പ്രയോജനമില്ല. കാരണം ഒരു വംശബലിയിലെ പട്ടികയിൽ ഒതുക്കാവുന്ന ഒരാളല്ല കർത്താവായ യേശുക്രിസ്തു. യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ വെളിപ്പെട്ട് വിട്ടിയ കർത്താവ് ഈ ലോകത്തിലെ ഒരു യഹൂദന്റെ വംശവലിയെ കൊണ്ടുപോയി കെട്ടാവുന്ന ഒരാളല്ല. അവന്റെ പൂർവാസ്തിത്വത്തെ പറയുമ്പോൾ അതിലെല്ലാം മുമ്പേ പ്രത്യേകം ഓർക്കണം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വേദഭാഗത്തേക്കാൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ പ്രാരംഭ വാക്യത്തെക്കാൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ 1:1 അതിനേക്കാൾ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, പതിറ്റാണ്ട് പോലും പറഞ്ഞാൽ പോരാ, അപ്പൊ അത്രമാത്രം അസ്തിത്വമാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ 1:1. മറ്റത് ഭൂമി ഉണ്ടായ കാലത്തെ കുറിച്ച് പറയുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഉൽപ്പത്തി പുസ്തകം 1:1. എന്നാൽ എബ്രായ ലേഖനം 1:1 കാണുന്നു, ദൈവം പണ്ട് ഭാഗമായും വിവിധങ്ങളായും പ്രവാചകന്മാർ മുഖാന്തരം. അപ്പൊ അവിടെ പറയുന്ന ഒരു പണ്ടാണ്. ആ പണ്ടെന്ന് പറയുന്ന മനുഷ്യനുണ്ടായതിനു ശേഷമുള്ളത് ആ കാലമാണ്. അയ്യോ, പ്രത്യേകം ഓർക്കണം, സങ്കീർത്തനക്കാരൻ 90-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ അവൻ തലമുറകൾക്ക് മുമ്പേ അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നു. അപ്പൊ കർത്താവിന്റെ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചിന്തിച്ചു പോകാവുന്ന ഒരു കാര്യമല്ല. ആദിയെക്കുറിച്ച് ചിന്തിക്കണം, വചനത്തെക്കുറിച്ച് ചിന്തിക്കണം, ആദിയിലെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. വചനമായിരുന്നത് എന്താണ് അവിടെ എഴുത്തുകാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
അപ്പോ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പൊ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം ക്രിസ്തുവിനുണ്ടായിരുന്നു. ക്രിസ്തു കേവലം ഒരു ആശയമോ ഒരു ചിന്തയോ ഒരു ഭാവനയോ അതിൻ്റെ ദൃഷ്ടാന്തമോ ആയിരുന്നില്ല. മനുഷ്യന്റെ ചിന്തയിൽ വരുന്ന ദൈവത്തിന്റെ വചനമായിട്ട് പുത്രനെ കാണുകയല്ല, അവൻ ദൈവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തു കേവലം ഒരാശയമോ പിന്നെ എന്താ ഒരു ചിന്തയോ ഒരു ഭാവനയോ ഒരു ദൃഷ്ടാന്തമോ ഒന്നുമായിരുന്നില്ല. അവിടുന്ന് ദൈവത്തോട് കൂടെ ഉള്ളവനായിരുന്നു എന്ന തിരുവചനം പറയുന്നത്. വചനം ദൈവമായിരുന്നു. അവൻ ദൈവത്തോട് കൂടെ വസിച്ചവൻ മാത്രമല്ല, താനും ദൈവമായിരുന്നു. പ്രത്യേകം ഓർക്കണം, അവൻ ദൈവത്തോട് കൂടെ വസിച്ചു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ദൈവത്വത്തെ കുറച്ച് കാണുകയല്ല, അവൻ ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ അപ്പം തന്നെ കൂട്ടിച്ചേർക്കുകയാണ്. ഇനി അതിൻ്റെ ഉള്ളില് ഒരു വിഷയമുണ്ടാകരുത്. അതുകൊണ്ട് ദൈവത്തോട് കൂടെ വസിക്കുന്നവനായിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ദൈവത്തോട് കൂടെ വസിച്ചവൻ മാത്രമല്ല, താൻ തന്നെ ദൈവമായിരുന്നു. പ്രത്യേകം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്വത്തിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 ആളത്വങ്ങളുള്ളതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ പഠിക്കുമ്പോൾ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്, തൃത്വത്തെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1:1 2 വ്യക്തികളെ വ്യക്തമായി കാണുകയാണ്. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിലെ ട്രിനിറ്റിയുടെ ഒരു ആരംഭമാ വാക്യമെന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അവൻ ദൈവമായിരുന്നില്ലെങ്കിൽ എന്ന് എഴുതിയായിരുന്നെങ്കിലോ ഈ തർക്കികന്മാർക്കെല്ലാം തർക്കിക്കാമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, അവൻ ദൈവമായിരുന്നു. അപ്പോൾ ട്രിനിറ്റിയാണ് എന്താണ് എഴുത്തുകാരൻ ഇവിടെ കൊണ്ടുവന്ന് ആ ട്രിനിറ്റിയുടെ അസ്തിത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല, എങ്കിലും മനസ്സിലാക്കിയേ പറ്റൂ. ആ ട്രിനിറ്റിയുടെ അസ്തിത്വത്തെയാണ് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, ഈ യോഹന്നാനും പൗലോസും തമ്മിൽ ഒന്ന് കണ്ടുമുട്ടിയായിരുന്നെങ്കിൽ, യോഹന്നാൻ പത്മോസിലേക്ക് പോകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് കൊല്ലപ്പെട്ടു, രക്തസാക്ഷിത്വം വഹിച്ചു. പൗലോസ് എന്താ ചെയ്തത്? പൗലോസിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ കൊണ്ടുവന്ന് ക്രൂശിലേക്ക് ബന്ധിക്കുകയായിരുന്നു. ന്യായപ്രമാണം ഇനി ഇല്ല, അത് ക്രൂശിൽ കൊണ്ടുവന്ന് അതിനോട് ലയിപ്പിച്ചു. എന്നിട്ട് എന്താണ്? യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ എല്ലാവരെയും സമ്മതിപ്പിച്ചു, ഉറപ്പിച്ചു പോന്നു. അപ്പോൾ ആ പൗലോസും ഈ യോഹന്നാനും തമ്മിൽ ഒന്ന് കണ്ടുമുട്ടിയായിരുന്നെങ്കിൽ ഇവര് തമ്മിലുള്ള സംഭാഷണം എന്തായിരുന്നേനെ? അതിനേക്കാൾ വലിയ വൻകാര്യങ്ങളെയാണ് ഈ മുക്കുവനായ മനുഷ്യന് വെളിപ്പെട്ടത്. ഇവർക്കൊക്കെ ലഭിച്ച ഈ ജ്ഞാനം, ഈ പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ലോക മനുഷ്യന്റെ ചിന്തയ്ക്ക് അതീതമാണ്. ഒരു മനുഷ്യനെ ദൈവം എടുത്ത് ഉപയോഗിച്ചാൽ എത്രത്തോളം ഉപയോഗിക്കുമെന്ന് ഈ ലോകത്തിന് നിർവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ധന്യനായ യോഹന്നാനെ ദൈവം എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ ഈ പറഞ്ഞിരിക്കുന്ന? യവനായ സ്തോയിക്ക ചിന്തകൾക്ക് അതീതമായിട്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് ഈ മനുഷ്യൻ തെളിയിക്കുമ്പോൾ ട്രിനിറ്റിയുടെ ആരംഭവചനത്തെ അവിടെ കാണുകയാണ്. ആ ട്രിനിറ്റിയിലെ 2 വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുകയാണ്.
ഇന്നും ട്രിനിറ്റി എന്ന വിഷയത്തെക്കുറിച്ച് അനേക തർക്കങ്ങൾ നടക്കുന്നു. ഇന്ന് അനേകം തിയോളജിയന്മാർ എഴുന്നേറ്റ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ പറയുകയാണ് യേശു ദൈവമല്ല എന്ന്. അപ്പൊ യേശു ദൈവമല്ല എന്ന് ഇന്നലെ വരെയും ദൈവമെന്ന് വിശ്വസിച്ച് അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് എഴുന്നേറ്റ് പറയുകയാണ് യേശു ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനാണ്. അപ്പൊ ഈ വചനമൊന്നും അവർ കാണുന്നില്ലയോ? ഇവിടെ വ്യക്തമായിട്ട് അവന്റെ മാറോട് ചാഞ്ഞിരുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ള ശിഷ്യന്മാരെക്കാൾ അധികം അറിയുന്നവനായ യോഹന്നാൻ എന്തിനു പറയുന്നു? പത്മോസ് ദ്വീപില കർത്താവിന്റെ ആ മഹത്വപരമായ ആ പ്രത്യക്ഷതയെ അവൻ കണ്ട് ഭയപ്പെട്ടു പോയ യോഹന്നാൻ. ആ യോഹന്നാൻ കർത്താവിനെ കുറിച്ച് ചരിത്രമല്ല എഴുതിയിരിക്കുന്നത്, അവൻ ആരെ എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കണം, ഈ മൂന്ന് ആളത്വങ്ങൾ കൂടിയതാണ് ദൈവം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ ത്രിയേക ദൈവത്തിലാണ് ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുന്നത്. ഇന്ന് അതിനെതിരായിട്ടുള്ള അനേകം പഠിപ്പീരുകളും അനേകം ഉപദേശങ്ങളും ലോകത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രത്യേകം ഓർക്കണം, ഇത് ട്രിനിറ്റിയെയും കൂടെ ഉദ്ദേശിച്ചാണ് എഴുത്തുകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ മൂന്നാളത്വങ്ങൾ കൂടിയതാണ് ദൈവം, അതായത് മൂന്നാളത്വങ്ങളാണെന്ന് സാരം. മേൽ പറഞ്ഞ വാക്യത്തിൽ ദൈവത്തിന്റെ രണ്ട് ആളത്വങ്ങളെ പറ്റിയാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. പിതാവുമുണ്ട്, പുത്രനുമുണ്ട്. അതായത് പിതാവും പുത്രനും ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് ഈ സുവിശേഷത്തിൽ പറയുന്ന വ്യക്തമായ തെളിവുകൾ ആദ്യത്തെ തെളിവാണിത്. ഇനി യേശു ദൈവമല്ല എന്ന് ഒരുവൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ യേശു ദൈവമാണെന്നും ആ ട്രിനിറ്റിയിലെ അവന്റെ പങ്കിനെ കുറിച്ചുമാണ് ഈ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, അവൻ വചനമായിരുന്നു എന്ന് പറയുന്ന അവൻ എന്താണ്? ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ബുദ്ധിക്ക് ഊഹിക്കുവാൻ കഴിയാത്ത തലത്തിലേക്കാണ് യോഹന്നാൻ നമ്മെ കൊണ്ടുപോകുന്നത്. സാധാരണ ഒരു മനുഷ്യന്റെ ചിന്തകൾക്കും അതീതമാണ് ഈ കാര്യം. ആ മനുഷ്യന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ആ മനുഷ്യനിലൂടെ വെളിപ്പെട്ട ഈ വചനം മനുഷ്യന്റെ ചിന്തയ്ക്ക് അതീതമാ. ഇവിടെയെല്ലാമാണ് ധന്യനായ സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞതുപോലെ, എന്റെ ബുദ്ധിക്ക് എത്താത്ത വൻകാര്യങ്ങളെ ഞാൻ നിന്നോട് ചോദിക്കില്ല, മറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്കുള്ളത്. എന്നാൽ ദൈവം ഇന്ന് ഒന്നും മറവാക്കി വെച്ചിട്ടില്ല, എല്ലാം ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇനി എന്താണ്? പൂർണ്ണമായും വിശ്വസിക്കുന്നവന് രക്ഷയാണ്. ഞാനും നിങ്ങളും ഇത് വചനം പൂർണ്ണമായും വിശ്വസിക്കുന്നുവെങ്കിൽ അത് നമുക്ക് രക്ഷയാണ്. അത് ഏതൊരു പാപിക്കും രക്ഷയ്ക്ക് കാരണമായി തീരുകയാണ്. അതുകൊണ്ട് എഴുത്തുകാരന് ഒരു ആശങ്കയുമില്ലാതെ അവൻ പറയുന്നു, അവൻ ദൈവമാണ്, അവൻ പിതാവിനോട് കൂടെയാണ്. അവന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഈ ലോകത്ത് സമയങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പേ, ലോകത്തിലെ സകല സൃഷ്ടികൾക്കും മുമ്പേ അവൻ ആരംഭമില്ലാത്തവനാണ്, അവൻ സൃഷ്ടിയാണ്. ആരംഭമുണ്ട് എന്ന് പറഞ്ഞാൽ അവനൊരു എന്താണ്? സൃഷ്ടിയായിത്തീരും. നമ്മുടെ കർത്താവ് സൃഷ്ടാവാണ്, സൃഷ്ടിയല്ല. പ്രത്യേകം ഓർക്കണം. അപ്പൊ അവന്റെ അസ്തിത്വത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. യോഹന്നാൻ നമ്മെ കൊണ്ടുപോകുന്ന ആദിയിൽ എന്ന പ്രയോഗം നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒന്നാണ്. സകലത്തിന്റെയും ഉൽപ്പത്തിക്ക് മുമ്പ് എന്നാണ് ഇതിന്റെ അർത്ഥം. സകലവും ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്കാണ് ഈ വാക്ക് വിരൽ ചൂണ്ടുന്നത്. അതായത് സർവ്വ സൃഷ്ടിയുടെയും സമയത്തിന്റെയും ആരംഭത്തിന് മുമ്പ് എന്നർത്ഥം.
വചനം ആദി മുതൽ ഉണ്ടായിരുന്നു എന്നതല്ല, വചനം ആദിയിൽ ഉണ്ടായിരുന്നു എന്നാണ്. പ്രത്യേകം ഓർക്കണം, വചനം ആദി മുതൽ ഉണ്ടായിരുന്നു എന്നതല്ല, വചനം ആദിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് യോഹന്നാൻ ഈ കാര്യത്തിലൂടെ വ്യക്തമാക്കുന്നത്. ആദിയിൽ ഉണ്ടായിരുന്നവൻ ആരംഭമില്ലാത്തവനും നിത്യനുമാണ്. പ്രത്യേകം ഓർക്കണം, എന്താണ് ആദിയിൽ എന്ന് പറയുമ്പോൾ? അത് ആരംഭമില്ലാത്തവനും നിത്യനുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരംഭമില്ലാത്തവനും നിത്യനുമാണെന്നാണ് യോഹന്നാൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17:5 കർത്താവ് പറഞ്ഞതുപോലെ, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകുന്നതിനു മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പൊ ലോകം ഉണ്ടാകുന്നതിനു മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ, പ്രത്യേകം ഓർക്കണം, ആദി എന്ന പദം വായിച്ച് തള്ളിക്കളയുവാനല്ല, പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധത്തെ നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ ഇപ്രകാരം ആ പുസ്തകത്തിന് ആരംഭം കുറിക്കുന്ന, ആദിയിൽ പിതാവിനോട് ഒന്നിച്ച അവർ ഒന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരാരായിരുന്നു? ഒന്നായിരുന്നു. ഈ ട്രിനിറ്റി എന്നൊരു പദം വിശുദ്ധ ബൈബിളിൽ അങ്ങനെ ഒരു പദമില്ല. എബ്രായ ലേഖനത്തിലുമില്ല, ഗ്രീക്ക് ഭാഷയിലുമില്ല. എന്നാൽ ഈ ട്രിനിറ്റി ആരാണ് പഠിപ്പിച്ചത്? പഴയ നിയമത്തിൽ നോക്കിയാൽ നമുക്ക് ട്രിനിറ്റി എന്നൊരു പദമില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ട്രിനിറ്റിയെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ട്രിനിറ്റി എന്ന പദത്തെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചത് കർത്താവാണ്. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന കർത്താവ് മത്തായിയുടെ സുവിശേഷം 28:18 മുതൽ, ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അപ്പൊ ട്രിനിറ്റി പഠിപ്പിച്ചത് നമ്മുടെ കർത്താവ്. ആ ട്രിനിറ്റിയാണ് ഇല്ലെന്ന് പല തിയോളജിയന്മാരും എഴുന്നേറ്റ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നാം ബലപ്പെടേണ്ടത്. ട്രിനിറ്റി സത്യമാണ്. ഏക ദൈവത്തെ നമ്മൾ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവിന്റെ അടുക്കൽ വന്ന ശിഷ്യൻ, കർത്താവ് അവനോട് ചോദിച്ചതുപോലെ, നീ തിരുവെഴുത്തുകളെ എങ്ങനെ വായിക്കുന്നു? ഈ തിരുവെഴുത്ത് എങ്ങനെയും വായിക്കാം. അതല്ലേ കർത്താവ് അങ്ങനെ പറഞ്ഞത്? തിരുവെഴുത്തുകളെ എങ്ങനെ വായിക്കുന്നു? കർത്താവ് തന്നെ പറഞ്ഞു, പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു. അപ്പൊ തന്നെ രണ്ടുപേരുണ്ട്. പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം. അപ്പൊ രണ്ടുപേരുണ്ടല്ലോ. ഒരാൾ അവിടെ നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വർഗം ശൂന്യമായി കിടക്കുകയാണോ? പിന്നെ ഈ കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, എന്നിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. അപ്പൊ പിതാവും പുത്രനിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവും പുത്രനിൽ വസിക്കുന്നു. അപ്പൊ ട്രിനിറ്റിക്ക് ഇനി എന്തെങ്കിലും തെളിവ് വേണോ? അനേക കാര്യങ്ങൾ നമുക്ക് വിശുദ്ധ വചനത്തിൽ നിന്നും തെളിയിക്കുവാനുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് പ്രത്യേകം ഓർക്കണം, ആദിയിൽ എന്ന പദത്തിന്റെ കൂടെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംശയരഹിതമായി സമർപ്പിക്കുകയാണ് യോഹന്നാൻ. അന്നേ യോഹന്നാൻ ദൈവത്തിന്റെ, കർത്താവിന്റെ ദൈവത്വത്തിനെ ചോദ്യം ചെയ്യുമെന്ന് അന്നേ കണക്കാക്കിയിരുന്നു. എന്തിനു പറയുന്നു? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിച്ചത് 400 വർഷം കഴിഞ്ഞിട്ടുള്ള കുസ്തിന്തിനോസ്
എന്താണ്, സൂനകദോസിൽ വെച്ചാണ് കർത്താവിന്റെ ദൈവത്വം അംഗീകരിച്ചത്. പ്രീതലോ. എന്നാൽ യോഹന്നാൻ ഇത് മുന്നമേ എഴുതി വച്ചിരിക്കുന്നു. എന്നിട്ടും 400 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് 2-ാം നൂറ്റാണ്ടിലെ സഭയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വചനത്തിൽ നിന്നെല്ലാം വ്യതിചലിക്കുവാനിടയായി തീർന്നു. 4-ാം നൂറ്റാണ്ട് വരെയും ഇരുണ്ട കാലഘട്ടത്തിലൂടെ ദൈവസഭ കടന്നുപോയി. ഇല്ലാത്ത ദുരുപദേശങ്ങളും വിഗ്രഹാരാധനയും മധ്യസ്ഥന്മാരും എല്ലാം കയറിയിറങ്ങി കഴിഞ്ഞപ്പോഴോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യത്തക്കവണ്ണം അത് ഉയർന്നു വന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അവന്റെ ദൈവത്വത്തെ അംഗീകരിച്ചു ആദ്യ സൂനകദോസിൽ. രണ്ടാമത്തെ നിക്യ സൂനകദോസില് പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ദൈവത്വത്തെ അംഗീകരിച്ചു. എന്തെല്ലാം പ്രതികൂലങ്ങൾ തരണം ചെയ്താണ് നാം ഇപ്പോൾ ചിന്തിക്കുന്ന ഈ വിഷയമൊന്ന് ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വന്നതെന്ന് ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ വചനം വീണ്ടും വണ്ണം പഠിച്ചു കഴിയുമ്പോൾ ചിലരെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തർക്കിക്കുവാൻ കഴിവില്ല എങ്കിലും നിങ്ങൾ വിശ്വസിച്ച വചനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ കഴിയണം. ത്രിയേക ദൈവത്തിൽ ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുന്നത് പോലെ നമുക്കതിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയണം. നിങ്ങളുടെ വചന പരിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ട് അവരുമായിട്ട് തർക്കിക്കുവാൻ കഴിഞ്ഞില്ലായിരിക്കാം, എങ്കിലും നിങ്ങൾ വിശ്വസിച്ചതിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രത്യേകം ഓർക്കണം, ആദിയിൽ എന്ന പദത്തിന്റെ കൂടെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംശയകരമായിട്ട് എന്താണ് അത് എഴുത്തുകാരനായ യോഹന്നാൻ സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് ഉൽപ്പത്തി പുസ്തകം 1:1 വചനത്തെക്കാൾ യോഹന്നാൻ 1:1 വചനത്തിന് പുരാണത്വം കൂടുതലാണ്. ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയതുപോലെ ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ 1:1 എന്ന് പറയുന്ന അതിനേക്കാൾ എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പുരാണത്വത്തെയാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത കാര്യം നാം ചിന്തിക്കുമ്പോൾ വചനമുണ്ടായിരുന്നു. അതെന്താ വചനമുണ്ടായിരുന്നു എന്ന പദത്തിന് 2 ഗ്രീക്ക് വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഗ്രീക്ക് പദങ്ങൾ. വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. കർത്താവ് പറഞ്ഞു, ഈ കാണുന്ന ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. അതുകൊണ്ട് വ്യക്തമായി തന്നെയാണ് ദൈവവചനം അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ് വചനമുണ്ടായിരുന്നു എന്ന പദത്തിന് 2 ഗ്രീക്ക് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ജിനിറ്റോ എന്ന ഗ്രീക്ക് പദവും, അത് 1-ാം അധ്യായത്തിന്റെ 3, 6, 14 വേദഭാഗങ്ങളിൽ കാണുന്നത്, ഈ വാക്യങ്ങളിൽ കാണുന്നത് ഉളവായ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട കാര്യത്തോട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന പദമാണ് ജിനിറ്റോ എന്ന പദം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഗ്രീക്ക് പദത്തിലെ ജിനിറ്റോ എന്ന പദം ഉളവായത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്ന കാര്യത്തോട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഗ്രീക്കുകാർ ഉപയോഗിക്കുന്ന പദമാണിത്. എന്നാൽ അതിന്റെ 1 മുതൽ 2 വരെയുള്ള വേദഭാഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഈറ്റോ എന്ന പദമാണ്. ആ പദത്തിന് കൂടെ എന്നാണ് അർത്ഥം. അതായത് കൂടെ എന്നാണ് ആ പദത്തിനർത്ഥം. അപ്പൊ രണ്ടും തമ്മിലുള്ള ആ വ്യത്യാസത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, വീണ്ടും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വചനമുണ്ടായിരുന്നു എന്ന പ്രയോഗം തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. വ്യക്തമായി ഇവിടെ തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തുവിനെയാണ് വചനമുണ്ടായിരുന്നു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? യേശു ക്രിസ്തുവിനെ വചനമായി ചിത്രീകരിച്ചിരിക്കുന്നതിന്റെ പ്രാധാന്യം എബ്രായ ലേഖനം 1:1 വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താ? പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു.
പൗലോസ് പറഞ്ഞ കാര്യം. പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധങ്ങളായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവസാന വാക്കാണ്. ഇനി മറ്റൊന്നില്ല. പുത്രനായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നു. മോശ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരു പ്രവാചകനെ അവൻ എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. അപ്പൊ മോശ മുന്നമേ പറഞ്ഞു, ഒരു പ്രവാചകൻ, നിങ്ങൾക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം അത് അവസാന വാക്കാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം എന്നത് അവസാന വാക്കാണ്. ഇനി അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞത്, മേലെ ആകാശത്തിലും കീഴെ ഭൂമിയിലും രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അത് അവസാന വാക്കാണ്. എഫേസ്യ ലേഖനത്തില് 5-ാം അധ്യായത്തില് പൗലോസ് പറഞ്ഞതുപോലെ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു എന്താണ്? വചനമാണ്. ആ വചനം എന്താണ്? പുത്രമുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. ഇനി ഇതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പ്രത്യേകം ഓർക്കുക, ദൈവസന്നിധിയിലെ ന്യായവിധി എന്ന് പറയുന്നത്, മരിച്ചവൻ ന്യായവിധിക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നീ കള്ളുകുടിച്ചോ, നീ വ്യഭിചാരം ചെയ്തോ, നീ പുകവലിച്ചോ, നീ പാപം ചെയ്തോ, ഇതൊന്നുമല്ല പിതാവ് ചോദിക്കുന്ന ചോദ്യം. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എന്റെ ഏകജാതനായ പുത്രനിൽ നീ വിശ്വസിച്ചുവോ? അതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് ചോദിക്കാനാന്നേ? ഇവിടെ ചെറിയ ഭാവിയെന്നും മര്യാദ ഭാവിയെന്നും വലിയ ഭാവിയെന്നുമില്ല. ഏത് ഭാവിയാണെങ്കിലും ന്യായവിധി സമയത്ത് ദൈവത്തിന് ആ പിതാവിന് ചോദിക്കുവാനുള്ള ഒരൊറ്റ ചോദ്യമുള്ളൂ, എന്റെ ഏകജാതനായ പുത്രനിൽ നീ വിശ്വസിച്ചുവോ? ഇനി അതിലപ്പുറത്തേക്ക് എന്ത് ചോദിക്കാനാ? അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്ന വചനം, ആ വചനം നിങ്ങൾ കേൾക്കണം. ഈ വചനത്തിന് നിങ്ങൾ ചെവി കൊടുക്കണം. അവൻ വചനമായിരുന്നു, വെറും വചനമല്ല, അവൻ ദൈവം തന്നെയായിരുന്നു എന്ന്. അതുകൊണ്ട് യേശു ക്രിസ്തു വചനം എന്ന നിലയിൽ ലോകത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അവസാന വാക്കാണ്. അതാ വചനം എന്ന് പേര് വന്നത്. യോഹന്നാന്റെ ഈ എഴുത്തിൽ മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിലും യോഹന്നാൻ യേശു ക്രിസ്തുവിന് വചനം എന്ന് പേര് കൊടുക്കുന്നു. അവിടെയും പലയിടത്ത് വചനമെന്ന് കർത്താവിനെ സംബോധന ചെയ്യുന്നുണ്ട്. ആ വചനം എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തു വചനം എന്ന നിലയിൽ ലോകത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അവസാന വാക്കാണ്. അതാ വചനം, അവസാന വാക്കാ ഈ വചനം. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു രക്ഷ തേടി ആരും പോകേണ്ട കാര്യമില്ല. ഇനി മറ്റൊരു പൗലോസ് പറഞ്ഞതുപോലെ, ഇതിന് വിരുദ്ധമായിട്ട്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനാകട്ടെ ഇറങ്ങി വന്ന് നിങ്ങളോട് അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പത്മോസ് ദ്വീപില് യോഹന്നാന് വെളിപ്പെട്ട ദൂതൻ അവന് വെളിപ്പെടുത്തി കൊടുത്തത് ഇതിന് വിരുദ്ധമായതല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വിരുദ്ധമായതല്ല, അതിനോട് ചേർത്ത് വെക്കേണ്ട വെളിപ്പാടാണ്. എന്നാൽ ഇസ്ലാമിക ചിന്ത അനുസരിച്ച് മുഹമ്മദ് നബിക്ക് ഒരു ദൂതൻ പ്രത്യക്ഷനായെന്നു, ഖുർആൻ ഇറക്കി കൊടുത്തു എന്നെല്ലാം പറയുമ്പോൾ പ്രത്യേക അതൊന്ന് പരിശോധിക്കേണ്ടതേറെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കണം, ലോകത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അവസാന വാക്കാണ് വചനം. ആ അവസാന വാക്കിനാണ് യേശുവിന് വചനം എന്ന് പേരിട്ടത്.
നമ്മൾ വെറുതെ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ, ഒരു വീർപ്പിച്ച് വെച്ച ബലൂണ് കാറ്റഴിച്ച് വിടുന്നത് പോലെ യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വെറുതെ അങ്ങ് വായിച്ചു വിടുവാനുള്ളതല്ല. എന്ത് എന്ന് നിർത്തി വായിക്കേണ്ടതും സൂക്ഷ്മതയോടെ പരിശോധിക്കേണ്ടതുമായ വചനമാ. ഒരു വചനമേ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം മുഴുവൻ നിങ്ങൾക്ക് ധ്യാനിക്കാൻ കിട്ടിയതുള്ളെങ്കിൽ ആ ഒരൊറ്റ വചനത്തിൽ പിടിച്ച് ധ്യാനിക്കുക. ദൈവമേ, ഈ വചനത്തിന്റെ ആത്മീയ മർമ്മങ്ങൾ എനിക്ക് വെളിപ്പെടുത്തിയിട്ടല്ലാതെ അടുത്ത വചനത്തിലേക്ക് എന്നെ കടത്തിവിടരുത്. അപ്പോൾ ഒന്നൊന്നായി ദൈവം നമുക്ക് മനസ്സിലാക്കി തരും, വെളിപ്പെടുത്തി തരുമെന്ന് ദൈവനാമത്തെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ഇതിനോടുള്ള ബന്ധപ്പെട്ട നാമമാണ് വെളിപ്പാട് 1:8 പറയുന്നത്, കാണുന്നതും. എന്താണ്? ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. അവിടെ പറയുകയാണ്, കർത്താവിനെ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. ഈ നാമത്തിന്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ വചനമായവൻ തന്നെയാണ്, ദൈവത്തിന്റെ അക്ഷരമാലയാണ് എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ ലോകത്തില് ദൈവത്തിന്റെ വചനം എഴുതുവാൻ തെരഞ്ഞെടുത്ത 2 ഭാഷകളാണ്, ഒന്ന് എബ്രായ ഭാഷയും 2 ഗ്രീക്ക് ഭാഷയും. പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രത്യേകം പറയുകയാണ്, ദൈവത്തിന്റെ അക്ഷരമാലയിലെ എന്താണ് അവസാന വാക്കാണ് കർത്താവായ യേശു ക്രിസ്തു. അതായത് ദൈവത്തിന്റെ അക്ഷരമാലയാണ്. ദൈവത്തിന് ലോകത്തോട് സംസാരിക്കുവാനുള്ളതെല്ലാം വെളിപ്പെടുത്തുവാൻ യോഹന്നാൻ എന്താണ്? അവൻ ആൽഫയും ഒമേഗയുമാകുന്നു. അപ്പോ സുവിശേഷത്തിൽ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ തീരാൻ പോകുമ്പോൾ പറയുകയാണ്, അവൻ ആൽഫയും ഒമേഗയുമാകുന്നു. വീണ്ടും പറയുന്നു, അവൻ വചനമാകുന്നു. മക്കളെ, അതെല്ലാം ഓർക്കണം. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു രക്ഷയില്ല, ഒരു രക്ഷന്റെ പദ്ധതിയില്ല, ഇനി മറ്റൊരുവനും ഇല്ല. മേലെ ആകാശത്തിനും കീഴെ ഭൂമിയിൽ മനുഷ്യർക്കിടയിലും നൽകപ്പെട്ട മറ്റൊരു നാമം ഇനി ഇല്ല. ഇനി രക്ഷകെന്ന പേരെടുത്ത് വരുവാൻ ഇനി ആരുമില്ല. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ 1-ാം നൂറ്റാണ്ട് മുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശ്വസിക്കുന്നവന് രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ നമ്മൾ വിശ്വസിക്കുമ്പോൾ അവൻ ദൈവമാണ്, അവൻ ദൈവത്തോട് കൂടെയുള്ളവനാണ്, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, ആ ദൈവത്തോടുള്ള സമത്വം അവനുണ്ടായിരുന്നു, അവൻ നിത്യനാണ്, അവൻ സൃഷ്ടാവാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്. എന്തെല്ലാം ദൈവ ഗുണങ്ങളെ കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നുവോ ആ ഗുണങ്ങളെല്ലാം, ആ സാരാംശങ്ങളെല്ലാം അടങ്ങുന്ന വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് താഴോട്ട് വന്നു കഴിയുമ്പോൾ, അതായത് വെളിപ്പാട് 1:8 പ്രസ്താവിക്കുക എന്ന അർത്ഥത്തിലാണ് വെളിപ്പെടുത്തുക എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത, അറിയാൻ പ്രയാസമുള്ള ദൈവത്തെ മനസ്സിലാക്കി തരുന്നവൻ. അപ്പോൾ വചനത്തിന്റെ ആദ്യ വാക്യത്തിൽ നിന്ന് നമ്മൾ പിന്നെയും പോയിട്ടില്ല. ഈ ക്ലാസ് എത്രമാത്രം നീളുമെന്ന് എനിക്കറിയില്ല. ഒരു ബൈബിൾ കോളേജിലാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വിശാലമായിട്ട് പഠിപ്പിക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൈബിൾ കോളേജിൽ മാക്സിമം കിട്ടുന്ന 24 മണിക്കൂർ അല്ലെങ്കിൽ 28-30 മണിക്കൂറാണ്. ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കുറേയും കൂടെ വിശാലമായിട്ട് എനിക്ക് പഠിക്കുവാനും നിങ്ങളെ പഠിപ്പിക്കുവാനും കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ വചനത്തിന്റെ ഓരോ തലങ്ങൾ നമ്മളൊന്ന് നോക്കിക്കേ. അതായത് 1:1 വെളിപ്പാട് 1:8 ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ വെളിപ്പെടുത്തിയത് പദം ഉപയോഗിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തത്, അറിയാൻ പ്രയാസമുള്ള ദൈവത്തെ മനസ്സിലാക്കി തരുന്നവൻ. അപ്പൊ അവന് വചനം എന്ന് പേര് വന്നത് എന്താണ്? ഈ ദൈവത്തെ, സൃഷ്ടാവായ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരുന്നവൻ അവനാണ്. ഞാൻ എൻ്റെ പിതാവിനുള്ളതെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു. ഇതുപോലെ ഒരുവൻ ഇതുവരെയും ലോകത്ത് വന്നിട്ടില്ല.
അതുകൊണ്ട് അവന് വചനമെന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം കാര്യങ്ങളാണ് മനസ്സിലാക്കുവാനുള്ളത്. അപ്പോ പിതാവിനെ കുറിച്ച് മനസ്സിലാക്കി തരുവാൻ അവൻ വന്നത് കൊണ്ടാണ് അവന് വചനമെന്ന് പേരായത്. അത് മനുഷ്യന്റെ എന്താണ്? മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, അറിയാൻ പ്രയാസമുള്ള ദൈവത്തെ മനസ്സിലാക്കി തരുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവൻ നമ്മെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ നമുക്ക് ആരാണ്? പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പിതാവിനെ കുറിച്ച് പറയണമെങ്കിൽ അത് വചനമല്ലേ? വിശുദ്ധ ബൈബിളിൽ ആകമാനം നമ്മൾ വചനത്തിൽ വിശ്വസിച്ചാണ് നമ്മുടെ ആത്മീയ വിശ്വാസം തന്നെ. നമ്മൾ നിലനിൽക്കുന്നത് തന്നെ ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസം മൂലമാണ്. ആ വിശ്വാസം നമ്മെ ഉറപ്പിക്കുന്നത് വചനത്താലാണ്. ആ വചനമാണ് ക്രിസ്തു. ആ ക്രിസ്തുവാണ് നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞതുപോലെ പിതാവിനെ വെളിപ്പെടുത്തുകയാണ് ഈ വചനമായ ദൈവം. ദൈവം ദൈവത്തെ വെളിപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പഠനം തന്നെ അതാണ്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവും ദൈവത്തെയും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവവചനം എന്ന തിരുവെഴുത്ത് അരുളപ്പാടുണ്ടാകും. ദൈവത്തിന്റെ അരുളപ്പാടാകുന്ന തിരുവെഴുത്തുകൾക്ക് ദൈവവചനം എന്നാണ് അറിയപ്പെടുന്നത്. തിരുവെഴുത്തുകൾ ദൈവത്തിന്റെ മനസ്സിനെയും ഹിതത്തെയും വഴികളെയും വെളിപ്പെടുത്തുന്നത് കൊണ്ടാണ് വചനമെന്ന് പേർ വിളിച്ചിരിക്കുന്നത്. പ്രത്യേകം ഓർക്കണം, എന്താ വചനമെന്ന് പേർ വിളിച്ചിരിക്കുന്നത്? പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ദൈവവചനം എന്നാണ് പറയൂ. തിരുവെഴുത്തുകളെ ദൈവത്തിന്റെ മനസ്സിനെയും ഹിതത്തെയും വഴികളെയും വെളിപ്പെടുത്തുന്നത് കൊണ്ടാണ് വചനമെന്ന് പേർ വിളിച്ചിരിക്കുന്നത്. ഈ കാര്യമാണ് സാക്ഷാൽ വചനമായി യേശു ക്രിസ്തു ചെയ്തതും. അപ്പൊ അവന് വചനമെന്ന് പേരായത് എന്തുകൊണ്ടാണ്? അവൻ എഴുതപ്പെട്ട തിരുവെഴുത്തുകളെ നമുക്ക് തെളിയിച്ചു തന്നു. അതില് അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങളെ, ദൈവിക മർമ്മങ്ങളെ, ദൈവത്തിന്റെ ഹിതത്തെ, ദൈവത്തിന്റെ വഴിയെ, ഇതെല്ലാം നമുക്ക് അവൻ വെളിപ്പെടുത്തി തന്നു. ആ വെളിപ്പെടുത്തലിന്റെ കുറച്ച് ബാലൻസ് ഉണ്ടായത് വെളിപ്പെടുത്തുവാനാണ് പത്മോസ് ദ്വീപിൽ യോഹന്നാനെ എത്തിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? കുറച്ചും കൂടെ ഒന്ന് വെളിപ്പെടുത്തുവാനാണ്. കാരണം ഇതിനൊന്ന് ആമീൻ പറയണം, ഒന്ന് മുദ്രയിടണം. ഇതിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് കൂട്ടുവാനോ ഒന്ന് കുറയ്ക്കുവാനോ പാടില്ല, അനുവദിച്ചിട്ടില്ല. അപ്പൊ അപ്പോസ്തലന്മാർക്കെല്ലാം കിട്ടിയത് പോരാതെ കുറച്ചും കൂടെ ലോകത്തിലെ മനുഷ്യരെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ ലോകാന്ത്യത്തിൽ എന്താണ് സംഭവിക്കാനുള്ളതും കൂടെ നിങ്ങളൊന്ന് അറിയുവാനാണ് വചനം വെളിപ്പെട്ടത്. അല്ലെങ്കിൽ അറിയിക്കുവാനാണ് ദൈവം വചനം വെളിപ്പെട്ടത്. അതാണല്ലോ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. മറ നീക്കി കാണിക്കുക. ആ മറഞ്ഞിരിക്കുന്നതും കൂടെ നിങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി വചനം. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ ആത്മീയ മർമ്മങ്ങൾ പഠിക്കുവാനുണ്ട്. കുറെ കാര്യങ്ങൾ നമുക്ക് അയ്യോ ഇതൊക്കെ തലയിട്ട് കയറുമോ? തീർച്ചയായിട്ടും കയറുന്ന കാര്യമാണ്. വലിയ കട്ടിയായ കാര്യങ്ങളൊന്നുമില്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രത്യേകം ഓർക്കണം, വചനമെന്ന് പേർ വിളിച്ചിരിക്കുന്ന ഈ കാര്യമാണ് സാക്ഷാൽ വചനമായ യേശു ക്രിസ്തു ചെയ്തത്. വചനമെന്ന വചനത്തെ വിവിധ നിലകളിൽ നമുക്ക് വീണ്ടും മനസ്സിലാക്കാം. വചനം വെറുതെ ഒരൊറ്റ 3 അക്ഷരത്തിൽ അങ്ങ് നിർത്താവുന്നതല്ല. ആ വചനത്തിന് പിന്നെയും നിർവചനങ്ങൾ എന്തുമാത്രമാണ്. ഒന്നാമത്തെ കാര്യം, വചനം ദൈവ വെളിപ്പാടിന്റെ മാധ്യമമാണ്. അപ്പൊ വചനം എന്താണ്?
ദൈവത്തിന്റെ വെളിപ്പാടിന്റെ മാധ്യമമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തരുന്നതാ വചനം. പ്രൈസ് ദി ലോർഡ്. അനേക പ്രവാചകന്മാര് പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തത്. അപ്പൊ പുത്രൻ എന്താണ്? വചനമായ പുത്രൻ എന്താണ്? ദൈവത്തിനും മനുഷ്യർക്കും മാധ്യമമായതുകൊണ്ട് അവൻ വചനമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ രാവിലെ നമ്മുടെ ഭവനത്തിൽ വരുന്ന പത്രം, ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു വരുന്നത് അത് വായിക്കുമ്പോഴാണ്. ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് ആ പത്രം വായിക്കുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത്. എന്നതുപോലെ പിതാവിനെ പൂർണ്ണമായിട്ടൊന്നും ആര് മനസ്സിലാക്കി തന്നില്ല? പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് പൂർണ്ണമായത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു പുത്രൻ. പൗലോസ് പറഞ്ഞതുപോലെ ഇപ്പോൾ നാം കടമൊഴിയായി കാണുന്നു, അപ്പോൾ നാം മുഖാമുഖമായി കാണുമെന്ന് പറഞ്ഞതുപോലെ പിതാവിനെ പൂർണ്ണമായി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അവിടെ എന്താ കർത്താവ് പറഞ്ഞല്ലോ, ഈ ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, പിന്നെ ഉയരത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്ന് പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയും ആ ഉയരത്തിലുള്ളതാ. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ ചോർത്തിക്കൊണ്ടു പോകുവാൻ ഒരു പിശാചിന്റെ ശക്തിക്ക് കഴിയില്ല. നമ്മൾ വചനത്തിൽ എന്താണ് ഉറയ്ക്കുന്ന അനുഭവത്തിലേക്ക് വരികയാണ്, ഒരു ചഞ്ചലപ്പില്ലാതെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം ദൈവ വെളിപ്പാടിന്റെ മാധ്യമമാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളെ വചനമായി വെളിപ്പെടുത്തുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. ഇതാണ് യേശുക്രിസ്തു തന്റെ ജഡ അവതാരത്തിൽ കൂടി നിർവഹിച്ചത്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിലൂടെ വെളിപ്പെട്ടത് പിതാവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു, വചനമായി നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ വന്നിരിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിലുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പുത്രൻ വന്നത് പിതാവിനെ കുറിച്ച് അറിയിക്കുവാനാ, പിതാവിനെ കുറിച്ച് അറിയിക്കുവാനാ. അതുകൊണ്ടാണ് അവൻ മാധ്യമമായിട്ട് എഴുതുകാരനായ യോഹന്നാൻ വചനം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വചനമായ ആശയവിനിമയത്തിനുള്ള മാർഗമാണ്. വചനം എന്ന് പറയുന്നത് ആശയവിനിമയം നടത്തുവാനുള്ള മാർഗമാണ്. മറ്റുള്ളവരിലേക്ക് വിവരങ്ങൾ കൈമാറുവാൻ വാക്കുകൾ ആവശ്യമാണ്. മറ്റുള്ളവരിലേക്ക് ഒരു വിവരം കൈമാറുവാൻ ആശയങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഫോൺ വിളിച്ചിട്ട് ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്താ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്? അപ്പം നമുക്കൊരു കോള് വന്നു, നമ്മൾ ഹലോ എന്നും പറഞ്ഞ് ആ കോൾ എടുത്തു, അവർ പിന്നെ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? കഴിയുന്ന നമ്മൾ ആ കോള് കട്ട് ചെയ്തിട്ട് പോകും. എന്നാൽ ഇവിടെ എന്താണ്? ഇവിടെ ആശയവിനിമയത്തിന് ഉള്ള മാർഗമാണ് വചനം. മറ്റുള്ളവരിലേക്ക് വിവരങ്ങൾ കൈമാറുവാൻ വാക്കുകൾ ആവശ്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെയും തീരുമാനങ്ങളെയും തമ്മിൽ അറിവിനെയും മറ്റുള്ളവരിലേക്ക് പകരുന്നത് വചനത്തിലൂടെയാണ്. യേശു ക്രിസ്തു വചനം എന്ന നിലയിൽ ദൈവത്തിങ്കൽ നിന്നുള്ള സന്ദേശവും അറിവും. അപ്പോ യേശു എന്ന വചനം എന്താ ചെയ്തത്? ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, പിന്നെന്താ സന്ദേശം, പിന്നെന്താ സ്നേഹം, പിന്നെന്താ ജീവൻ എന്നിവ മനുഷ്യർക്ക് പകർന്നു കൊടുക്കുന്നവനാണ് വചനം. അപ്പൊ കർത്താവ് വന്നതിന്റെ ദൗത്യമുണ്ട്. ഒന്ന്, പിതാവിനെ വെളിപ്പെടുത്തണം. രണ്ട്, പിതാവിന്റെ സ്നേഹത്തെ അറിയിക്കണം.
3, പിതാവ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ജീവനെ അറിയിക്കണം, നിത്യജീവനെ അറിയിക്കണം. 4, ഒരു സന്ദേശവുമായിട്ട് അവൻ വന്നിരിക്കുന്ന, ഒരു വചനവുമായിട്ട് അവൻ വന്നിരിക്കുന്നത്. ആ സന്ദേശം നിങ്ങളോട് അറിയിക്കണം. എന്തുകൊണ്ടാണ് കർത്താവിന് വചനം എന്ന് പേരായത്? അവൻ സ്വർഗത്തിൽ നിന്ന് ഒരു വചനവുമായിട്ട്, ഒരു സന്ദേശവുമായിട്ട് ഇവിടെ അയക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിലെ ആദ്യത്തെ അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ സ്വർഗത്തിൽ നിന്നും അഴയ്ക്കപ്പെട്ട അപ്പോസ്തലനാണ്. അതുകൊണ്ടാണ് കർത്താവ് 12 ശിഷ്യന്മാരെയും തെരഞ്ഞെടുത്ത് അവരെയും അഴയ്ക്കുന്നത്. എന്താണ് ഈ മിഷണറി മതം എന്ന് പറഞ്ഞാൽ പറയുവാൻ ഒരു സന്ദേശമുള്ള മതമാണ് മിഷണറി മതം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഒരു സന്ദേശവുമായി വന്ന വചനമാ. അതുകൊണ്ട് അവന്റെ വചനം നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വാസം നമ്മളിൽ വർദ്ധിച്ചു വരേണ്ടതിനാണ് യോഹന്നാൻ ഈ എഴുത്തിലൂടെ നമ്മെ വെളിപ്പെടുത്തുന്നത്. 3-ാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. വചനം വെളിപ്പാടിന്റെ ഒരു രീതിയാണ്. വചനമാണ് മനുഷ്യന്റെ ബുദ്ധി, സാമർത്ഥ്യം, ധാർമ്മിക സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഒരാളുടെ സംസാരത്തിൽ നിന്നാണ് ആ മനുഷ്യന്റെ സംസ്കാരത്തെയും വിദ്യാഭ്യാസത്തെയും ആ മനുഷ്യന്റെ യോഗ്യതയും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ അളവുകോൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ സ്വഭാവമാണ്, ആ മനുഷ്യന്റെ ഇടപെടലാണ്, ആ മനുഷ്യന്റെ സംസാരമാണ്. ഇതിലൂടെയാണ് നാം ആ മനുഷ്യനെ വിലയിടുന്നത്. അപ്പോൾ വചനം വെളിപ്പാടിന്റെ ഒരു രീതിയാണ്. വചനമാണ് മനുഷ്യന്റെ ബുദ്ധി, സാമർത്ഥ്യം, ധാർമ്മിക സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുന്നത്. കർത്താവായ യേശു ക്രിസ്തു വചനം എന്ന നിലയിൽ ദൈവത്തിന്റെ സമ്പൂർണതയുടെ ഗുണങ്ങളും വെളിപ്പെടുത്തുന്നു. അപ്പൊ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഗുണങ്ങളെ എന്താ വെളിപ്പെടുത്തിയേ? എന്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അപ്പൊ കർത്താവിന് പറയുവാനുള്ളത് പിതാവിന്റെ സൽഗുണങ്ങളെയാണ്, സമ്പൂർണതയാണ്. അപ്പൊ ഇതെല്ലാം വെളിപ്പെടുത്തുവാനാണ് അവൻ വചനമായി വെളിപ്പെട്ടത്. യേശു വചനം എന്ന നിലയിൽ ദൈവത്തിന്റെ ശക്തിയെയും അറിവിനെയും വിശുദ്ധിയെയും കൃപയെയും ഹൃദയത്തെയും വെളിപ്പെടുത്തുന്നു. അപ്പൊ വചനം ലോകത്തിൽ വന്നിട്ട് എന്താ ചെയ്തത്? ദൈവത്തിന്റെ ശക്തിയെ, അറിവിനെ, വിശുദ്ധിയെ, കൃപയെ, ഹൃദയത്തെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ വചനമെന്ന് വെറുതെ ഒരു പദം പറഞ്ഞ്, കർത്താവിന് വചനമെന്ന് പേര് പറഞ്ഞ് ഞാനും നിങ്ങളും മുന്നോട്ട് പോകരുത്. ആ വചനം എന്താണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശക്തിയെയും അറിവിനെയും വിശുദ്ധിയെയും കൃപയെയും ഹൃദയത്തെയും വെളിപ്പെടുത്തി. പിതാവിന്റെ വചനമുണ്ടായിരുന്നു എന്ന് യോഹന്നാൻ പറയുമ്പോൾ ക്രിസ്തുവിൽ മാത്രമാണ് ദൈവം പൂർണ്ണമായും അവസാനമായും തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പൂർണ്ണമായും പിതാവിനെ വെളിപ്പെടുത്തിയത് പുത്രനിലൂടെയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് ആർക്കും പേരില്ലാത്ത വചനം എന്ന പേര് ഇവന് വന്നത്. 4-ാമത്തെ പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. വചനം കൂടെയായിരുന്നു. യേശു ക്രിസ്തുവിന്റെ വ്യത്യസ്തമായ വ്യക്തിത്വത്തെയാണ് ഈ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. അവൻ കൂടെയായിരുന്നു, വചനം കൂടെയായിരുന്നു. അവൻ ദൈവമായിരുന്നു. അവൻ ദൈവത്തിലായിരുന്നില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. കൂടെയായിരുന്നു, അവൻ ദൈവത്തിലായിരുന്നില്ല. ഹലോ, ലേവി അബ്രഹാമിന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. മൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അബ്രഹാമിന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നത് പോലെ കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ അകത്തല്ല, പിതാവിന്റെ അകത്ത് അല്ല, കൂടെയായിരുന്നു. വചനം നമ്മൾ വ്യക്തമായി
വ്യക്തമായി ചിന്തിച്ചു പോകണം. അകത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ട്രിനിറ്റി എന്നത് തെറ്റ്. കൂടെയായിരുന്നു. ഇവിടെ പറയുന്ന കാര്യം അതാണ്. കൂടെയായിരുന്നു. യേശുക്രിസ്തുവിന്റെ വ്യത്യസ്തമായ വ്യക്തിത്വത്തെയാണ് ഈ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. അവൻ ദൈവത്തിൽ ആയിരുന്നില്ല. പിന്നെയോ പ്രസ്തുത അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ പിതാവിനോട് കൂടെ ആയിരുന്നു എന്നല്ല, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു എന്നാണ്. അവിടെയും യോഹന്നാന് തെറ്റിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് തെറ്റിയില്ല. പിതാവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാകണമുണ്ടല്ലോ. ഇനി ഇതിലുമെല്ലാം വ്യക്തമായിട്ട് ഇനി പറഞ്ഞു തരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വ്യത്യസ്തമായ വ്യക്തിത്വത്തെ, ട്രിനിറ്റിയിലെ രണ്ട് വ്യക്തിത്വത്തെയാണ് ഈ തിരുവെഴുത്തിലൂടെ യോഹന്നാൻ വ്യക്തമാക്കുന്നത്. അവൻ ദൈവത്തിലായിരുന്നില്ല എന്നല്ല, അങ്ങനെയല്ല അവിടെ എഴുതിയിരുന്നു. അവൻ ദൈവത്തിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തെറ്റാ. നമ്മുടെ ഈ പഠിപ്പീരെല്ലാം തെറ്റിപ്പോകും. നമ്മൾ ചിന്തിച്ചതും പ്രസംഗിക്കുന്നതും എല്ലാം തെറ്റിപ്പോകും. അവൻ ദൈവത്തിലായിരുന്നു എന്ന് പറഞ്ഞാലോ? നെവർ. അങ്ങനെയല്ല. അവൻ എന്താണ്? കൂടെയായിരുന്നു. പ്രസ്തുത അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. ആ ദൈവത്തോട് കൂടെ എന്ന ആ ഒരു പദം മാറ്റിയിട്ട് പിതാവിനോട് കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയേനെ. ആ വചനത്തിന് അർത്ഥം മാറിപ്പോയേനെ. അതുകൊണ്ട് അവൻ പിതാവിനോട് കൂടെ ആയിരുന്നു എന്നല്ല, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. വചനത്തിന് തെറ്റുപറ്റില്ലെന്നേ. പിന്നെ പറയുന്നത് വിശുദ്ധ തൃത്വത്തിലുള്ള പൊതുവായ നാമമാണ് ദൈവമെന്നത്. അപ്പോ ദൈവം എന്ന പദം തൃത്വത്തിലെ പൊതുവായ നാമമാണ്. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ വചനം പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെയായിരുന്നു. അപ്പോൾ ദൈവം എന്നത് എന്താണ്? ഒരു തൃത്വത്തിലെ ഒരു പൊതുവായ നാമമാണ്. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ വചനം പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെയായിരുന്നു. ഏകനായ ദൈവത്തിന്റെ 3 വ്യക്തിത്വങ്ങളെയാണ് യോഹന്നാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഓക്കെ, 5ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരുന്ന ക്ലാസ്സിലേക്ക് കടക്കാം. അല്പം കട്ടിയുള്ള വിഷയമാണ്. ഞാൻ പറയാം, ഇത്തിരി പ്രയാസമുണ്ട്. എങ്കിലും നിങ്ങൾ മനസ്സിരുത്തി ഈ ക്ലാസ് 1-2 പ്രാവശ്യം നിങ്ങളൊന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഡൗട്ട് അങ്ങ് തീർന്നു കിട്ടും. നമുക്ക് നന്നായി പഠിച്ച് യോഹന്നാന്റെ സുവിശേഷം നന്നായി പഠിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയും. മറ്റുള്ള സുവിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രമാത്രം ദൈവത്വം അതിൽ അവകാശപ്പെടുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്നതും വായിച്ചുകൊണ്ടിരിക്കുന്നതുമായ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം. ഇന്നും ഗഹനമായതും ആഴമായതും ഇന്നും മനുഷ്യന് ചിന്തയ്ക്ക് അതീതമായതുമായ കാര്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത്. അപ്പോൾ ഇതൊന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ആ ട്രിനിറ്റിയെക്കുറിച്ചുള്ള ബന്ധം, അവർ തമ്മിലായിരിക്കുന്ന ഐക്യത, ഏകത്വം, ഇതെല്ലാം നമുക്ക് മനസ്സിലാകുവാനിടയായിത്തി. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥന. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് മഹത്വം. അനുഗ്രഹീതമായ നല്ല വൈദ്യവേളയ്ക്കായി സ്വതം കർത്താവെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന സബ്ജക്റ്റിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾക്ക് കർത്താവെ, ഇന്ന് ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് ചിന്തിച്ച ഈ വിഷയം അനേകർക്ക് കർത്താവെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, കർത്താവെ
ഏതൊരു കുഞ്ഞിനും മനസ്സിലാകത്തക്ക രീതിയിൽ കർത്താവെ ഈ ക്ലാസ്സുകളെ ദൈവം മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രസംഗത്വത്തിൻ്റെ ഭോഷത്വത്താൽ മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവെ ഈ ക്ലാസ്സിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേകർക്ക് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ദൈവമല്ല എന്ന് കർത്താവെ വലിയ വാദങ്ങൾ ലോകത്ത് ഉയരുമ്പോൾ ഞങ്ങളുടെ കർത്താവിൻ്റെ ദൈവത്വം, അതേ ഏകദൈവമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു അവൻ ദൈവമാണ്, അവൻ ദൈവത്തോടു കൂടെയാണ് എന്ന് ചിന്തിക്കുവാൻ ഇന്ന് ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾക്ക് കർത്താവ് ഈ മീഡിയയെ ഓർക്കുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന റോസ് ഫാമിലിയെ ഓർക്കുന്നു. മറ്റുള്ള അഡ്മിന്മാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ മീഡിയ ധാരാളമായി മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദി. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ, താങ്ക് യു.